സ്നേഹരാഗം ഭാഗം 34. കോടമഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന ഒരു തണുപ്പുള്ള പ്രഭാതം. വയലുകളൊന്നും മഞ്ഞുകൊണ്ട് കാണാനില്ലായിരുന്നു. തണുപ്പ് അധികമായതിനാൽ കൃഷ്ണൻ മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ട്. കൈകൾ കൂട്ടിത്തിരുമ്മി ഉമ്മറത്ത് വന്നിരുന്നപ്പോൾ ജാനു ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്നു. എന്തൊരു തണുപ്പാ! മകരമാസം തുടങ്ങിയില്ലേ? മകരമാസത്തിൽ മരങ്കോച്ചും തണുപ്പെന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. അത് എത്ര ശരിയാ? കട്ടൻ ഊതിക്കുടിക്കുന്നതിനിടയിൽ കൃഷ്ണൻ പറഞ്ഞു. ആധികാരികമായി കൃഷ്ണന്റെ പറച്ചിൽ കേട്ടപ്പോൾ ശരിയാ എന്ന് ഒരു ചെറുചിരിയോടെ ജാനു സമ്മതിച്ചു. ദേവൻ എണീറ്റില്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, തണുപ്പല്ലേ, അവൻ മൂടിപ്പുതച്ച് കിടപ്പുണ്ട്, ജാനു പറഞ്ഞു. അവൻ്റെ മനസ്സിൽ ഈയിടെയായി എന്തോ സങ്കടം കയറിയിട്ടുണ്ട്. അവൻ്റെ മുഖം കണ്ടാലറിയാം. ജാനു പറഞ്ഞപ്പോൾ കൃഷ്ണന് കാര്യം മനസ്സിലായെങ്കിലും അയാൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല. അയാൾ ചായ ഊതിക്കുടിച്ചുകൊണ്ടിരുന്നു. ദേവന് ഈയിടെയായി ഉറക്കം ശരിയാവുന്നേയില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ നന്ദനയെക്കുറിച്ചുള്ള ആലോചനകളായിരുന്നു. ഇനിയെങ്കിലും അവൾക്ക് തന്നോടൊപ്പം ജീവിച്ചുകൂടെ എന്നായിരുന്നു അവൻ്റെ ചിന്ത. അവൻ കിടക്കുകയല്ലാതെ ഉറക്കം അവൻ്റെ കൺപോളകളെ തഴുകിയില്ല. നേരം പുലരുന്നതിന് മുമ്പേ അവൻ എഴുന്നേറ്റിരുന്നു. ഉറക്കം വരാത്തതിനാൽ വെറുതെ കിടക്കുകയാണ്. അമ്മയോടും അച്ഛനോടും നന്ദനയുടെ കാര്യം സംസാരിച്ച് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലോ എന്ന് പല പ്രാവശ്യം ചിന്തിച്ചതാണ്. അച്ഛനോട് അവളുടെ കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അമ്മയോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ അമ്മയോടും അവളെക്കുറിച്ച് പറയാൻ അവൻ തീരുമാനിച്ചു. അവളുടെ ഓർമ്മകളിൽ കിടന്ന് ഞെരുങ്ങി താൻ ഇല്ലാതെയാകും എന്നവന് തോന്നി. നന്ദനയുടെ വിവാഹമെല്ലാം കഴിഞ്ഞപ്പോൾ ദേവൻ അക്കാര്യം വിട്ടുകളഞ്ഞതായിരുന്നു. എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് അവൻ കരുതിയത്. എന്നാൽ അവൾ അർജുൻ്റെ കൂടെ സന്തോഷമായി അല്ല ജീവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ മനസ്സിലൊരു വിങ്ങലായിരുന്നു. അവൻ അർജുനിൽ നിന്നും ഡിവോഴ്സ് ആയത് മുതൽ വീണ്ടും അവൻ്റെ മനസ്സിൽ നന്ദനയോടുള്ള പ്രണയം പൂവിടുകയായിരുന്നു. അവൾക്ക് പക്ഷേ ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്ന നിലപാടാണ് ദേവനെ തിരിച്ചു പോകാൻ കൂടി തോന്നിപ്പിച്ചത്. മോനെ, എഴുന്നേൽക്കാറായില്ലേ? സമയം ഒരുപാടായല്ലോ. ജാനുവിൻ്റെ ചോദ്യം അവനെ ചിന്തകളുടെ ലോകത്തു നിന്നും ഉണർത്തി. പുതപ്പിനുള്ളിലൂടെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 8 കഴിഞ്ഞിരിക്കുന്നു. അവൻ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. ബ്രഷ് ചെയ്ത് ഫ്രഷായി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരുന്നു. അമ്മയോടും അച്ഛനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് കൃഷ്ണൻ ചിന്തിച്ചു. എന്താ മോനെ? ജാനു ആകാംക്ഷ മറച്ചു വെച്ചില്ല. പറയാം, ചായ കുടിച്ച് എഴുന്നേൽക്കുമ്പോൾ അവൻ പറഞ്ഞു. കൈ കഴുകി ദേവൻ ഉമ്മറത്ത് വന്നിരുന്നു. കൃഷ്ണൻ കഴിച്ചെണീറ്റ് വന്നപ്പോൾ ദേവൻ പത്രം വായിക്കുകയായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ ചെന്ന് ജാനു കഴുകി വെച്ചു. അപ്പോഴെല്ലാം ദേവൻ എന്താകും പറയാനുള്ളത് എന്നായിരുന്നു അവരുടെ മനസ്സിൽ. നേരിതിൻ്റെ തുമ്പാൽ കൈ ചുടച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വന്നു. അവർ ഉമ്മറത്ത് വന്നിരുന്നു. എന്താണ് മോനെ നിനക്ക് പറയാനുള്ളത്? അവർ ജിജ്ഞാസയിൽ ചോദിച്ചു. അവൻ പത്രം മടക്കി വെച്ച് അമ്മയെ നോക്കി. ഞാൻ പറയുന്ന കാര്യം കേട്ട് അമ്മ ബഹളം കൂട്ടരുത്, അവനൊരു മുൻകരുതൽ പോലെ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ജാനുവിന് ആധിയായി. നന്ദനയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അത് കേട്ടപ്പോൾ ജാനു കൃഷ്ണനെ ഒന്ന് നോക്കി. എന്താകും അവൻ പറയാൻ പോകുന്നതെന്ന് കൃഷ്ണനും ഓർത്തു. നന്ദനയെ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത്. അവൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പക്ഷേ അത് മനസ്സിലായപ്പോഴേക്കും സമയം വൈകിയിരുന്നു. അർജുൻ അവളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വീണ്ടും അവളോടുള്ള എൻ്റെ പ്രണയം കൂടിയിരിക്കുന്നു. എനിക്ക് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹമുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് ജാനു അന്തം വിട്ടിരുന്നു പോയി. എന്താ മോനെ നീ ഈ പറയുന്നത്? അവർ ചോദിച്ചു. നിങ്ങൾ കണ്ടുപിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പെണ്ണിനെ സന്തോഷത്തോടെ സംരക്ഷിക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. വെറുതെ ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ ഇവിടെ വീഴ്ത്തണോ അമ്മേ? പറയുമ്പോൾ ദേവൻ്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. ജാനു ഒന്നും മിണ്ടാതെയിരുന്നു. അവർക്ക് ദേവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്നറിയാതെയായി. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ, അതാണ് ഈശ്വരൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, കൃഷ്ണൻ നെടുവീർപ്പിട്ടു. നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അച്ഛനോടും അമ്മയോടും ആദ്യമേ പറയായിരുന്നില്ലേ മോനെ? എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ, ജാനു പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കേണ്ടതെല്ലാം നടന്നു. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം, കൃഷ്ണൻ പറഞ്ഞു.
അച്ഛനും അമ്മയും എനിക്കു വേണ്ടി അവളുടെ വീട്ടിൽ ചെന്ന് സംസാരിക്കണം. ഇതിനൊരു തീരുമാനം എനിക്കറിയണം, ദേവൻ പറഞ്ഞു. അത് മോനെ, അനിത എന്തു വിചാരിക്കും? ഇപ്പോൾ ഇങ്ങനെയൊരു ആലോചനയുമായി നമ്മൾ പോയാൽ? ജാനു വാക്കുകൾ മുഴമിച്ചില്ല. എന്തായാലും അവൻ പറഞ്ഞത് കേട്ടില്ല എന്ന് വേണ്ട, നമുക്ക് അവിടം വരെ ഒന്ന് പോകാം, കൃഷ്ണൻ പറഞ്ഞു. ഒടുവിൽ ജാനുവും അവരുടെ തീരുമാനം അംഗീകരിച്ച് നന്ദനയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ചെറിയ ഒരു പച്ചക്കറിത്തോട്ടമുണ്ട് അനിതയ്ക്ക്. അതിൽ വെണ്ടയും വഴുതനയും പയറും എല്ലാമുണ്ട്. ഒരു ഭാഗത്ത് ചുവന്ന ചീര നന്നായി ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലുള്ള ചെറിയ പുല്ലുകൾ പറിച്ചുകൊണ്ട് അനിത മുറ്റത്ത് നിൽപ്പുണ്ട്. നീതു കോളേജിൽ പോയിരിക്കുന്നു. നന്ദന കുളി കഴിഞ്ഞ് ടിവിയുടെ മുന്നിൽ വന്നിരുന്നു. എന്താ രാവിലെ തന്നെ മുറ്റത്ത്? പച്ചക്കറിത്തോട്ടത്തിലാണല്ലോ. ചോദ്യം കേട്ട അനിത തല ഉയർത്തി നോക്കുമ്പോൾ ജാനുവും കൃഷ്ണനും കൂടി മുറ്റത്ത് നിൽക്കുന്നു. ഏയ്, കള കയറിയിരിക്കുന്നു, അത് പറിച്ചു കളയുകയാ? രണ്ടുപേരും എവിടെ പോയിട്ട് വരികയാ? അനിത ചോദിച്ചു. ഇവിടേക്ക് തന്നെയായിട്ട് വന്നതാ, കൃഷ്ണൻ പറഞ്ഞു. വരൂ, കയറിയിരിക്കൂ. അനിത അവരെ സ്വീകരിച്ചിരുത്തി. ഹാളിലിരുന്ന് TV കാണുകയായിരുന്ന നന്ദന അവരുടെ സംസാരം ശ്രദ്ധിച്ചു. എന്നാലും അവൾ ഉമ്മറത്തേക്ക് വന്നില്ല. അകത്തേക്കിരിക്കാം, അനിത അവരോട് ഹാളിലേക്കിരിക്കാം എന്ന് നിർദ്ദേശിച്ചു. അവർ ഹാളിലേക്ക് കയറിയിരുന്നപ്പോൾ TV ഓഫ് ചെയ്ത് നന്ദനയും എഴുന്നേറ്റു. മോൾ TV കാണുകയായിരുന്നോ? ജാനു ചോദിച്ചു. നന്ദന അവരെ നോക്കി ഒന്ന് ചിരിച്ചു. മോളെ, ചായ എടുക്ക്, അനിത അവളെ നോക്കി പറഞ്ഞപ്പോൾ നന്ദന അടുക്കളയിലേക്ക് കയറിപ്പോയി. ദേവന്റെ വിവാഹകാര്യം വല്ലതും ശരിയായോ? രണ്ടുപേരും ഒരുമിച്ച് വന്നത് കണ്ടപ്പോൾ അനിതയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. അതൊന്നും ശരിയായില്ല, ഞങ്ങൾ വേറെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്, ജാനു പറഞ്ഞു. എന്ത് കാര്യം? അനിത തിരക്കി. മുഖവരയില്ലാതെ ഞാനൊരു കാര്യം പറയാം, കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. നന്ദു ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന കാര്യം ഞങ്ങൾക്കറിയാം. ദേവൻ ഞങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചു. അവന് നന്ദുവിനെ ഇഷ്ടമായിരുന്നത്രേ പണ്ട്. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. എന്നാൽ നന്ദുവിനെ സ്വീകരിക്കാൻ അവൻ ഇപ്പോഴും റെഡിയാണ്. അവന് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്, കൃഷ്ണൻ പറഞ്ഞപ്പോൾ അനിത നടുങ്ങിപ്പോയി. അവർ പറയുന്നത് കേട്ടുകൊണ്ടാണ് നന്ദന ചായ കൊണ്ടുവന്നത്. അവർ എന്താണ് പറയുന്നത് എന്ന ഭാവത്തിൽ സ്ഥലകാലബോധമില്ലാതെ നന്ദന നിന്നു. അവൾ ചായ കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ച് തിരിഞ്ഞ് അകത്തേക്ക് പോയി. അനിതയ്ക്ക് അവരോട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. തൊണ്ടയിലെ വെള്ളം വറ്റിയ പോലെ കൈകാലുകൾ കുഴയുന്നു. താൻ വീണുപോകുമോ എന്നവർക്ക് തോന്നി. നന്ദനയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർ അറിഞ്ഞിട്ടില്ലെന്നും അനിതയ്ക്ക് മനസ്സിലായി. ചായ എടുക്കൂ, അനിത അവരോട് പറഞ്ഞപ്പോൾ കൃഷ്ണനും ജാനുവും ചായ എടുത്തു. നിങ്ങളുടെ തീരുമാനം എന്താണ് എന്ന് നേരിൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്, കൃഷ്ണൻ പറഞ്ഞപ്പോൾ അനിത വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. അവരോട് എന്ത് പറയണം എന്നറിയാതെയായി. നന്ദുവിനെ വിളിക്കൂ, ചോദിക്കട്ടെ. അനിത ഒന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ ജാനു പറഞ്ഞു. സത്യത്തിൽ അനിതയ്ക്ക് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവരുടെ സംസാരം കേട്ട് അകത്തു നിന്നിരുന്ന നന്ദന പുറത്തേക്ക് വന്നു. മോളെ, നിന്റെ അഭിപ്രായം കൂടി അറിയണം. മോൾ ഇവിടെ വന്നിരിക്ക്, ജാനു പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. നീ പറ മോളെ, നിന്റെ മനസ്സിൽ എന്താണ്? ജാനു അവളോട് തിരക്കി. എനിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ ഇല്ല, അവൾ പറഞ്ഞു തുടങ്ങി. അവർ നന്ദനയുടെ സംസാരം കേട്ട് പുഞ്ചിരി തൂകി. പക്ഷേ ഇനിയൊരു വിവാഹത്തിന് എന്നെ ആരും നിർബന്ധിക്കരുത്, എനിക്കതിന് കഴിയില്ല. ദേവേട്ടൻ നിങ്ങളെ പറഞ്ഞയച്ചത് എൻ്റെ അറിവോടോ സമ്മതത്തോടോ കൂടിയല്ല, അവൾ പറഞ്ഞു. അനിതയ്ക്ക് അവൾ ഗർഭിണിയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ നന്ദന അതേക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അനിത പിന്നെ ഒന്നും പറഞ്ഞില്ല. നന്ദനയുടെ സംസാരം കേട്ടപ്പോൾ ജാനുവും കൃഷ്ണനും നിരാശരായി. അവർക്ക് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. നന്ദന പിന്നെ മൗനം പാലിച്ചു. അനിതയും കൂടുതലൊന്നും പറയാത്തതുകൊണ്ട് തന്നെ അവർ പിന്നീട് അവിടെ നിന്നില്ല. യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ജനുവിനും കൃഷ്ണനും ഒന്നും മിണ്ടാനില്ലായിരുന്നു. അവർ പോയപ്പോൾ അനിത നന്ദനക്കരികിൽ വന്നിരുന്നു. ദൈവം എന്തൊക്കെ പരീക്ഷണങ്ങളാ നമുക്ക് തരുന്നത്, അനിത പറഞ്ഞുകൊണ്ട് അവൾക്കരികിൽ തളർന്നിരുന്നു. പൂജ ഇവമോളുടെ കൂടെ മുറ്റത്ത് നിൽപ്പുണ്ട്. പ്രഭാവതിയും ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. കൈയുടെ വേദന കുറവുണ്ട്. പൂജയോട് 2 ദിവസം മേപ്പാട് വന്ന് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ശ്രീകുട്ടി ഇവമോളോട് കൂട്ടുകൂടാൻ വരുന്നത് പൂജയ്ക്ക് അത്ര ഇഷ്ടമല്ല. ശ്രീകുട്ടി അടുത്ത് വന്ന് കൂട്ടുകൂടാൻ നിൽക്കുന്ന സമയത്ത് പൂജ വേഗം ഇവമോളെയും കൊണ്ട് അവിടെ നിന്നും പോകും. ശ്രീകുട്ടി കീർത്തനയുടെ കൂടെ റൂമിലാണ്. പ്രഭാവതിയുമായുള്ള സംഭവം കഴിഞ്ഞതിൽ പിന്നെ വീട് ആകെ നിശബ്ദമാണ്. ചന്ദ്രൻ പ്രഭാവതിയുടെ അരികിൽ തന്നെ ഇരിപ്പുണ്ട്.
എൻ്റെ മക്കളുടെ ഭാവി ആലോചിക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. പ്രഭാവതി പറഞ്ഞു. നീയല്ലേ പ്രഭേ ഈ സമാധാനക്കേട് മുഴുവൻ ഉണ്ടാക്കിയത്? ചന്ദ്രൻ പറഞ്ഞപ്പോൾ പ്രഭാവതി മിണ്ടിയില്ല. താൻ എന്ത് പറഞ്ഞാലും അതിന് വിപരീതമായേ ചന്ദ്രൻ പറയുകയുള്ളൂ എന്ന പക്ഷമാണ് പ്രഭാവതിയുടേത്. അതുകൊണ്ട് തന്നെ അധികം മിണ്ടാതിരിക്കാൻ അവർ ശ്രമിച്ചു. ഫോൺ റിംഗ് ചെയ്യുന്നത് കണ്ട് അയാൾ പതുക്കെ എഴുന്നേറ്റു. ടേബിളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. ഹാളിലേക്ക് കടന്ന് ആരാണ് ഫോൺ ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോൾ നന്ദുവാണ്. ഇന്നലെ വൈകിട്ട് ചന്ദ്രൻ നന്ദനയെ വിളിച്ചിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. നന്ദന തന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷം തോന്നി. ഹലോ നന്ദു, അയാൾ ഫോൺ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു. ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല, അതാ ഇന്ന് തിരിച്ചു വിളിച്ചത്, അവൾ പറഞ്ഞു. ഇങ്ങോട്ട് മോൾക്ക് വിളിക്കാൻ തോന്നിയല്ലോ, സന്തോഷം. എന്തൊക്കെയുണ്ട് അച്ഛാ, അവൾ ചോദിച്ചു. ഇവിടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് മോളെ, എല്ലാം പറയാം. ആട്ടെ, അവിടെ എന്തുണ്ട് വിശേഷം? നീ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നില്ലേ? അയാൾ തിരിച്ചു ചോദിച്ചു. ഇല്ല അച്ഛാ, ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു, അവൾ പറഞ്ഞു. എന്തു പറ്റി? അയാൾ ആകാംക്ഷാപൂർവം ചോദിച്ചു. അവൾ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അങ്ങനെയാണോ? എന്നാൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട, അയാൾ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്നു. ഇവിടെ വിവേകിൻ്റെ വിവാഹം ഉറപ്പിച്ചു, അയാൾ പറഞ്ഞു. ആണോ അച്ഛാ? എവിടുന്നാ കുട്ടി? എന്തു ചെയ്യാ? അവൾ ചോദിച്ചപ്പോൾ അയാൾ എല്ലാം വിശദീകരിച്ചു. പിന്നെ അയാൾ അർജുൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നന്ദനയ്ക്ക് അവനോട് ഒരുപാട് വെറുപ്പ് തോന്നി. അർജുൻ കീർത്തനയെയും മോളെയും കൊണ്ടുവന്ന കാര്യമെല്ലാം അയാൾ വിശദീകരിച്ച് അവളോട് പറഞ്ഞു. ആരോടാണ് ഇത്ര വിശദീകരണം നടത്തുന്നത്? പ്രഭാവതി കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദനയാണെന്ന് അയാൾ പതിയെ പറഞ്ഞു. ചന്ദ്രൻ പ്രഭാവതിയെ കീർത്തന തള്ളിയിട്ട കാര്യം കൂടി പറഞ്ഞപ്പോൾ പ്രഭാവതിയുടെ മുഖം ചുമന്നു തുടുത്തു. അവർക്ക് ചന്ദ്രനോട് അതിയായ ദേഷ്യം തോന്നി. പിന്നെ വേറെന്തൊക്കെയുണ്ട് മോളെ നിന്റെ വിശേഷങ്ങൾ? കേൾക്കട്ടെ, അയാൾ അവളോട് വാത്സല്യത്തോടെ ചോദിച്ചു. വലിയൊരു വിശേഷമുണ്ടച്ചാ. അച്ഛൻ ഒരു മുത്തച്ഛനാവാൻ പോകുന്നു. അച്ഛൻ്റെ മകൻ്റെ കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ വളരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. അവൾ അത് ചന്ദ്രനോട് പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിൽ കൂടി അറിയാതെ പറഞ്ഞുപോയി. അവൾ പറഞ്ഞ ആ സന്തോഷ വാർത്ത ചന്ദ്രൻ്റെ നെഞ്ചിൽ ഒരു ഇടിത്തിയായി പടർന്നു. അയാൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. എന്താണ് താൻ കേട്ടത്? ഇനി അവൾ മറ്റെന്തെങ്കിലുമാണോ പറഞ്ഞത് എന്നറിയാതെ ഏതോ അബോധാവസ്ഥയിൽ അയാൾ ഉഴറി. അയാൾക്ക് മേപ്പാട് തറവാട് കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി. നന്ദനയുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.